എന്തുവാ അവിടെ തൊട്ടില്ലേ പുറത്തുപോയി കളിച്ചേ. ഒരു സാധനം ഇവിടെ വെച്ചെടുത്ത് കാണാനില്ല, തീരില്ല, ഒരു ഇതുമില്ല എന്നുള്ളതാണ്. നോക്ക്, അതിനിടയ്ക്കിതാ വാങ്ങിച്ചിട്ട് ഒരാഴ്ചയല്ലേ, തീർന്ന് ഇല്ല, ഒന്നുമില്ല. തക്കളിടാം. എന്നിട്ട് മറ്റേ ഫ്രൂട്ട് ഇരിപ്പുണ്ടല്ലോ, മറ്റേ ഫ്രൂട്ട്. വെളിയിലാരും കേൾക്കണ്ട, ഫ്രൂട്ടല്ല, ബ്രൂട്ട്. അതടിച്ചിട്ട് പോ. എനിക്ക് ഇത് മണം ഇഷ്ടം. ഇതിന് തക്കളി കൊടുക്കരുത്, എന്നെ മാറ്റി വെച്ചാ. കുളി കഴിഞ്ഞാ ഞാൻ ഇറങ്ങാൻ പോണ്. എനിക്കുണ്ട് പുട്ട് നിന്നുള്ള സമയമില്ല തങ്കം, അതിനുള്ള സമയമില്ല. പോയി വിളി പോകളെ. ആ കമ്പനി എടുത്താണ്. സ്കൂൾ അടച്ച ഇതാ നിങ്ങളെയും കൊണ്ട് തലവേദന. എന്റെ പൊന്നു, പുറത്തേക്ക് കളിച്ചേ തക്കളി. വെളി പോ. എടി ഞാൻ ഇറങ്ങണ്, ഇന്ന് 100 കാര്യങ്ങളാ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇന്ന് ഭയങ്കര തിരക്കാണ്. പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ട്, അയാൾക്ക് അതിനിടയ്ക്ക് ഇന്ന് ഞാൻ വേറെ ഒരുപാട് പരിപാടി വെച്ചിരുന്നതാണ്. MLA കാണണം, പ്രസിഡന്റ് അതിനിടയ്ക്ക് അയാൾക്ക് ഒരു അത്യാവശ്യം മീറ്റിംഗ്, പിന്നെ ഒരു മരം നോക്കിയിട്ടേക്കണം. അൻസാർ ഞാനും കൂടെ അത് നോക്കാൻ പോകണം. അത് നാളെ ലേലമാണ്. പിന്നെ അല്ലാണ്ട് അത് കഴിഞ്ഞ് വൈകിട്ടൊരു ചെറിയ മീറ്റിംഗ് തിരക്കോ. സാധനങ്ങൾ മേടിക്കാൻ പലചരക്ക് മേടിക്കാനുണ്ട്. സാധനങ്ങൾക്ക് നീ ഇറങ്ങിപ്പോയി വാങ്ങ്. പലചരക്ക് സാധനം നീ ഇന്ന് ഒരു രക്ഷയില്ല തങ്കം. ഞാൻ ഇറങ്ങട്ടെ. നീയേ ഞാൻ ഒറ്റയ്ക്ക് പോയി മേടിക്കണ്ടേ ക്ലീറ്റോ? തങ്കം നീ ജമന്തിയായിട്ട് കൂട്ടിപ്പോ, അല്ലെങ്കിൽ അവിടെ തക്കളിയും കൂട്ടിട്ട് പോയി വാങ്ങിട്ടാ. ഒരു ഓട്ടോറിക്ഷ പോ, അല്ലെങ്കിൽ ടാക്സി വിളിച്ച് പോയിട്ട് വാ. ഞാൻ ഇതിനിടയ്ക്ക് ആരും എന്നെ നേരത്തെ വിളിക്കാന്ന് പറഞ്ഞു. ഒരു കാര്യം. അയ്യോ പോവല്ലേ, ഒരു കാര്യം മറന്നു. എല്ലാ ദിവസവും ഇത് ഓർമ്മിപ്പിക്കണോ ക്ലീറ്റോ? കെട്ടിക്കൊണ്ട് പോയിക്ക്. നമ്മളീ പറയില്ലേ, ഓരോന്നിങ്ങനെ ശീലമാക്കുമ്പോ പിന്നെ അതൊക്കെ കയ്യിൽ കിടക്കുന്ന ഒരു അമ്മയാ. കഴിക്കണില്ലല്ലോ. ഞാൻ പറ്റുമെങ്കിൽ ഉച്ചയ്ക്ക് വരാൻ നോക്കാം, സമയം കിട്ടുമെങ്കിൽ. ഓക്കെ പിള്ളേരെ, വെയിലുള്ളല്ലേ, അവിടെ അങ്ങനെ തണുത്തു എന്ന് കളിക്കും. നമുക്ക് യുദ്ധം കളിച്ചാലോ? ഞാൻ രാജാവ്, ഞാൻ തക്ലി രാജാവ്, നീ നല്ലു രാജാവ്. കമോ യുദ്ധത്തിൽ ഞാൻ ജയിച്ചു, തക്ലി രാജാവ് ജയിച്ചു. ഞാൻ അടുത്ത് എത്താം. കമ്പൗണ്ട് പടിയുണ്ടെന്ന് കളിക്കല്ലേ, കണ്ണിന് കാലിന് കൊണ്ട്. അതൊക്കെ അവിടെ ഇട്ടാ. ഇത് വാളാ. ഇത് വാള് അവിടെ വെക്കാണ്. നമ്മളെ വാള്. ഇനി അതൊന്നും വേണ്ട, പുതിയ സാധനം കളിക്കാം കേട്ടാ. ടയറ്. നിങ്ങൾക്ക് അതൊന്നും അറിയില്ല. ഇതുകൊണ്ട് എന്തൊക്കെ കളി അറിയോ? പണ്ട് അപ്പൂപ്പൻ കടയിലേക്കൊക്കെ സാധനം മേടിക്കാൻ പോയിരുന്നു ഈ വണ്ടി ഓടിച്ചിട്ടാ. അതെങ്ങനെ ഇതിൽ വണ്ടി ഓടിക്കാൻ അറിയില്ല? ഇതിൽ എന്തൊക്കെ കളി കളിക്കാറിയോ? ആദ്യം ഇതിൽ മണ്ണൊക്കെ കളഞ്ഞിട്ട് അപ്പൂപ്പൻ പറഞ്ഞുതരാം. അതാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല. അപ്പൂപ്പൻ കാണിച്ചു തരാട്ടാ. ഇതുകൊണ്ട് എന്തൊക്കെ കളി ഉണ്ട് എന്ന് അറിയാം, അപ്പൂപ്പൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ തൊടിന്ന് ആ രാജസാറിന്റെ മക്കള് സൈക്കിളിട്ട് ടയർ മാറ്റിയപ്പോ നമ്മുടെ തൊടിയിലേക്ക് ഇട്ടതാവും. അതുകൊണ്ട് ഒരുപാട് കളിയുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കാട്ടാ. അപ്പൂപ്പൻ ചെറുപ്പത്തിലെ കടയിൽ നിന്ന് പഞ്ചസാരയൊക്കെ മേടിക്കാൻ വിട്ടാൽ ഇതുകൊണ്ടാണ് പോവുക. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നീ ആദ്യം പോയിട്ടേ ഒരു തുണി എടുത്തിട്ട് തുടയ്ക്കാൻ. വേഗം കൊണ്ടാ. ഇനി അപ്പൂപ്പൻ ഈ വണ്ടി ഓടിച്ചു കാണിച്ചു തരാവേ. സ്റ്റെയറിംഗ് എടുത്തിട്ട് വാ. സ്റ്റെയറിംഗ്. ഈ വണ്ടി ഓടിക്കാൻ ഒരു സ്റ്റെയറിംഗ് വേണം. ഒരു ഇത്ര പോന്നൊരു കമ്പ് എടുത്തിട്ട് വാ. ഇത്ര പോന്നത് കേട്ടാ. വേഗം കൊണ്ടുവാ, അപ്പം കാണിച്ചു തരാം. നോക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടോ. കിട്ടി.
അത് മതി അത് മതി ഇത് മതിയോ? അത് മതി ഇനി നീളം വേണോ? അത് മതി അത് മതി. ഇതുകൊണ്ട് എങ്ങനെ ഇത്? ഇനി അപ്പൂപ്പനോട് വീട്ടിൽ നിന്നൊക്കെ പഞ്ചസാര മേടിച്ചിട്ട് വരാൻ പറഞ്ഞ മാർക്കറ്റിൽ പോകുമ്പോ അപ്പൂപ്പ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. മാറിക്കോ മാറിക്കോ മാറിക്കോ, വണ്ടി പോവാണ്. അത് കൊള്ളാല്ല. ഇങ്ങനെയാണ് വണ്ടി നോക്കട്ടെ. ഇതുകൊണ്ട് വേറെ കളിയുണ്ട്. നീ അവിടെ ഇങ്ങനെ നിക്ക, എന്നിട്ട് നമ്മൾ പന്തയം വെക്ക. ആ തക്കളി മോള് ഇവിടുന്ന് അത്ര മതി അത്ര മതി, മേലെ കൊള്ളും. ഇവിടുന്ന് അവളുടെ മേലെ തട്ടാണ്ട് ഇങ്ങനെ അപ്പൊ ഒരു പോയിന്റ്. പിന്നെ അതേമാതിരി ഇടണം. ഇതൊക്കെ തണലത്ത് നിന്ന് കളിക്കാൻ പറ്റിയ കളിയാട്ടാ. പിന്നെ ഇതുകൊണ്ട് വേറൊരു കളിയുണ്ട്, ഞാൻ ചെറുപ്പത്തിലൊക്കെ കാണിച്ചിരുന്നു. ഇപ്പൊ അപ്പൂപ്പന്റെ ഇടുപ്പ് വളയോന്ന് അറിയില്ല. ഇതില് ഈ ഡാൻസ് ഒക്കെ കളിക്കുമ്പോ കണ്ടില്ല, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് എത്ര റൗണ്ട് തിരിയുന്നു നോക്കണം. അത് കളിച്ചു പഠിക്കാൻ പറ്റുമല്ലോ. പാടില്ല. ഇത് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തല്ലുകൂടാണ്ട് ഇവിടെ തണലത്തിരുന്ന് കളിക്കണേട്ടാ. ആദ്യം വണ്ടി ഓടിച്ചു കളിച്ചോളൂ ഓടിച്ചു കളിച്ചോളൂ ഓടിച്ചു കളിച്ചോളൂ. ഇതുകൊണ്ട് തട്ടി ഇങ്ങനെ ഓടിച്ചു പോയിക്കാം. കളിച്ചോളൂ കേട്ടാ. അല്ല നീ ഇപ്പൊ കളിച്ച അയ്യാ നീ ഇപ്പൊ കളിച്ച ഇളയിന് എന്റെ വീടാണേ. നല്ലു താന്നല്ലു ഇപ്പൊ നീ അല്ലേ ഇപ്പൊ കളിച്ച. ഞാൻ കളിച്ചില്ലടി, രണ്ടോട്ടം നീയാണേ കളിച്ച. നല്ലു എനിക്കും കൂടെ ഉള്ളല്ലേ. എന്തുവാ നല്ലു? ഞാൻ ചേച്ചി കളിച്ചിട്ട് തരാം. എന്തുവാ നല്ലു ചേച്ചി? ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടെ അല്ലേ ഇപ്പൊ ഇപ്പൊ കളിച്ചിട്ട് തരാന്ന്. നിനക്ക് എന്താ സ്നേഹത്തെ കളിച്ചുകൂടെ രണ്ടുപേർക്കും കൂടെ? ഇടിയാണ് മാമി ഇവള് കള്ളം പറഞ്ഞു. നമ്മള് കളിച്ചോണ്ടിരിക്കുന്നു, അപ്പൊ കുറച്ചു ഇവള് എനിക്ക് തരണില്ല. രണ്ടുപേർക്കും കൂടെ കളിക്കാനല്ലേ ഇതുണ്ടാക്കി തന്നത്? അമ്മാവനെ ആർക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാൻ? രണ്ടുപേരും കൂടെ സ്നേഹത്തെ കളിക്കണം. അതാണ്. അപ്പൊ ഞാൻ കളിച്ചിട്ട് തരാന്ന് പറഞ്ഞപ്പോ ഇവള് തരണില്ല. അവള് കുഞ്ഞല്ലേ, അവൾ ഇച്ചിരി നേരം കളിക്കട്ടെ. അയ്യോ മാമി ഇത്രയും നേരം അവള് കളിച്ചു. ഒന്നുകൂടെ കളിച്ചിട്ട് തരും. ഒന്നുകൂടെ കളിച്ചിട്ട് ചേച്ചിക്ക് കൊടുക്കണം കേട്ടാ. ഇടി കൂടരുത് കേട്ടോ രണ്ടുപേരും. അല്ല മാമി അവള് തരണില്ല. തരും അവള്. ഇതാ ചേച്ചി കളിച്ചിട്ട്. ഇല്ല നല്ല എനിക്ക്